നാളെ നടക്കാൻ പോകുന്ന വൈദിക യോഗത്തെ, അതായത് പാമ്പ്ലാനി ആയിട്ടുള്ള ആ കൂടിക്കാഴ്ചയെ അട്ടിമറിക്കാനുള്ള കണക്ക് കൂട്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 ദിവസത്തെ കഴിഞ്ഞ 24 മണിക്കൂറിനകം നമ്മുടെ സഭാതലത്തിലും അല്ലെങ്കിൽ നമ്മുടെ അതിരൂപത തലത്തിൽ നടന്ന സംഭവങ്ങളെ പറ്റി നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബസിലിക്ക വികാരി മണവാളനച്ഛനെതിരെ വന്ന കോടതി വിധിയാണ്. നമ്മുടെ സിവിൽ കോടതിയോ ക്രിമിനൽ കോടതിയോ അല്ല, സാക്ഷാൽ നമ്മുടെ സഭാ കോടതി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറച്ചു നാൾ മുമ്പ് ഒരു ഇഹലോക പെണ്ണുപിടിയനെ, ആർക്കും വേണ്ടാത്ത ഒരു കള്ള PhD എടുക്കുന്ന ഒരു തെമ്മാടിയെ പിടിച്ച് നമ്മുടെ അതിരൂപതയുടെ ഏറ്റവും വലിയ വിധിയാളനായി നിയമിച്ചത്. അതിൻ്റെ ഉദ്ദേശം, ആ കോടതിയുടെ തന്നെ ഉദ്ദേശം നമ്മുടെ വൈദികരെ ശിക്ഷിക്കുക, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ കോടതിയാണ് ഏകപക്ഷീയമായി മണവാളനച്ഛനെതിരെ ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നൗ അത് നമ്പർ 1. നമ്പർ 2, ഇന്ന് പാമ്പ്ലാനിയുടെ വേറൊരു അറിയിപ്പ്. 10 മണിക്ക് ഫൊറോന വികാരിമാരും വൈദികരുടെ ആലോചനാ സമിതിയും, അതാരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, തട്ടിലും തമ്മിൽ ഒരു സ്പെഷ്യൽ ചർച്ച നടത്തുന്നു. അതങ്ങനെ. കൂടാതെ 2 ദിവസം മുമ്പ് നമ്മുടെ സ്ഥിരം സിനഡ് നടത്തിയ കൂടിക്കാഴ്ച MTNS ഗുണ്ടകളുമായി. ഓക്കെ, ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ്. നൗ 5-ാം തീയതി അവിടെ സമാധാനപരമായിട്ടായിരിക്കും സംഗതികൾ നടക്കുക എന്ന് പാമ്പ്ലാനി അൽമായ മുന്നേറ്റം പ്രവർത്തകർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, പാമ്പ്ലാനിയുടെ വാക്കും പഴയ ചാക്കും സെയിം, ഒന്ന് തന്നെയാണ്. നൗ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ സംഘർഷം ഉണ്ടാകാതിരിക്കാനായിട്ട് അൽമായ മുന്നേറ്റം പ്രവർത്തകർ അരവിനയുടെ മുമ്പിലേക്ക് വരേണ്ട, നിങ്ങൾ സമാധാനപരമായിട്ട് സമ്മേളിക്കണമെന്നുണ്ടെങ്കിൽ റിന്യൂവൽ സെൻറ്ററിൽ നിങ്ങൾ പൊക്കോ. ഇവിടെ വൈദികർ വരുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല. ഇവിടെ വളരെ വമ്പിച്ച പോലീസ് സന്നാഹം ഉണ്ടാകും. MTNS എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ തുനിഞ്ഞാൽ അവരെ പോലീസ് എടുത്ത് ദൂരെ കളയും. അതുകൊണ്ട് നിങ്ങൾ റിന്യൂവൽ സെൻറ്ററിൽ വെയിറ്റ് ചെയ്യുക, ഇവിടെ വന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% പൊട്ടന്മാരായിരിക്കണം. ശരിയാണ്, സംഘർഷാവസ്ഥ ഉണ്ടാക്കാനായിട്ട് MTNS ശ്രമിക്കും, പക്ഷെ അതിന് ചെറുത്ത് നിൽക്കുവാനായിട്ട് അൽമായ മുന്നേറ്റക്കാർ ഉണ്ടാകരുത്, വിശ്വാസികൾ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് പാമ്പ്ലാനി പറയുന്നത് നിങ്ങൾ അവിടെ കൂടിയാൽ മതിയെന്ന്, റിന്യൂവൽ സെൻറ്ററിൽ. എന്ത് ഗുണമുണ്ട്? ഇവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ വൈദികരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള നിങ്ങൾ റിന്യൂവൽ സെൻറ്ററിൽ പോയി കുത്തിയിരുന്നെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും? അതുകൊണ്ട് നിങ്ങൾ ഈ പാമ്പ്ലാനിയുടെ മിസ്ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻഫോർമേഷനിൽ പെടാതെ നിങ്ങൾ എല്ലാവരും വരേണ്ടത് അരമനയുടെ മുമ്പിലാണ്. അവിടെയാണ് നിങ്ങളുടെ സാമീപ്യം വേണ്ടത്. നിങ്ങളവിടെ ഇല്ലെങ്കിൽ അവിടെ ഇവർ അട്ടിമറിക്കും. കാരണം നിങ്ങൾ നേരിടുന്നത് MTNSനെ മാത്രമല്ല, നമ്മളുടെ ക്യൂരിയായുണ്ട്, നമ്മുടെ സഭാ നേതൃത്വമുണ്ട്, നമ്മുടെ അതിരൂപത നേതൃത്വമുണ്ട്. ഇവരെല്ലാവരും 5-ാം തീയതിയിലത്തെ വൈദിക യോഗം തകർക്കാനും ഈ ഹോൾ അജണ്ട തകർക്കാനുമാണ്. ഇന്നും പാമ്പ്ലാനി ഇറക്കിയ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരങ്ങൾ വായിച്ചു നോക്കുക. അടിസ്ഥാന തീരുമാനങ്ങളിൽ വ്യത്യാസമില്ലാതെ ചർച്ചകൾ പരിഹരിക്കാനായിട്ടാണ് സഭാ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്ന വാക്കുകൾ, വരികൾക്കിടയിൽ കൂടിയുള്ള മീനിങ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടെ വരിക. നിങ്ങൾ അരമനയുടെ മുമ്പിലാണ് അൽമായ മുന്നേറ്റ പ്രവർത്തകരും വിശ്വാസി സമൂഹവും വേണ്ടത്. നമ്മളവിടെ ഒരു ജനശക്തി, വിശ്വാസികളുടെ ശക്തി അവിടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ MTNSും ഈ കൂരിയായും ഇവരും കൂടി ഇവരെല്ലാവരോടും കൂടി ബസിലിക്കയിൽ പോയി ഒരു അൾത്താരാഭിമുഖ കുർബാന അർപ്പിക്കുവാൻ തുനിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കാരണം ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വർഗവുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങളെടുക്കുന്നത് ഭയങ്കരമായിട്ടുള്ള റിസ്ക്കാണ് നമ്മുടെ വൈദികരും അൽമായ മുന്നേറ്റക്കാരും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ആൾക്കാർ ഇന്ന് ആദ്യമായിട്ട് ഇത്രയും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ശക്തിയായി എറണാകുളത്ത് വരണം, ശക്തിയായി നമ്മൾ അരമനയുടെ മുമ്പിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. ഇത് ക്രൂഷ്യൽ, ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയെന്ന് പറഞ്ഞറിയിക്കുവാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ വിഡ്ഢികളാകരുത്, നമ്മൾ മണ്ടന്മാരാകരുത്. നിങ്ങൾ പോകേണ്ടത് അരമനയിലേക്കാണ്. ഇതുപോലത്തെ അസന്മാർഗികളും മനസ്സാക്ഷിയില്ലാത്തതുമായ ഒരു വർഗം
എനിക്ക് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇത്ര മ്ലേച്ഛമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഭാ നേതൃത്വത്തെ എൻ്റെ ഈ നീണ്ട ജീവിതത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം തന്തയില്ലാത്ത തരമാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. അത്രമാത്രം അലശണ്ട ഉണ്ടാക്കുവാനായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വെറും ക്രൈസിസുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക ഓരോ ദിവസം. ഇവർക്ക് ഈ വൈദികർക്കെതിരെയും നമ്മുടെ വിശ്വാസികൾക്കെതിരെയും ഇതുപോലുള്ള നാണം കെട്ട പ്രവർത്തനങ്ങൾ, കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ. 5-ാം തീയതി ഇവിടെ യോഗം കൂടാനിരിക്കുന്ന വൈദികരുടെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു യോഗം, അതിൻ്റെ ഇടയ്ക്ക് ഒരു മഹായോഗമല്ലേ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്കിടെ ഇപ്പോൾ വേറൊരു യോഗം കുത്തി കയറ്റിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ചിന്താക്കുഴപ്പമുണ്ടാക്കാനും കൺഫ്യൂഷൻ പരത്താനും ജനങ്ങളിൽ ഭീതി ഉണർത്താനും മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ജനങ്ങളെ നിങ്ങൾ ജാഗരൂകരായി പരിശുദ്ധാത്മാവിൻ്റെ വിവേകം നിങ്ങൾക്കുണ്ടാകട്ടെ. ആ വിവേകത്തിൽ നിങ്ങൾ വേണ്ട രീതിയിൽ നിലപാടെടുക്കുമെന്നും പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.